പെട്രോളിന്റെ വില കൂടുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സാധാരണപ്പെട്ട വണ്ടിയെ കുറിച്ച് നമ്മൾ കുറ്റം പറയാറുള്ളത്. പക്ഷേ അവിടെയാണ് യമഹ എന്നൊരു ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത. ഓൾമോസ്റ്റ് 1 ലിറ്ററിൽ 55 മേളിൽ മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടിക്മാൻ. ഓൾറെഡി ഫസീനോയുടെ വീഡിയോസ് എല്ലാവരും കണ്ടു കാണാം. ഇത് എൻ്റെ ഒരു യൂസർ റിവ്യൂ, എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയുടെ ആ ഒരു വ്യക്തിയുടെ നിന്ന് ഈ ഒരു വണ്ടി ഞാൻ ഒരു ദിവസത്തേക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാൻ വേണ്ടി എടുത്തു. ആ റൈഡ് ചെയ്ത ഒരു ഹോണസ്റ്റ് ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾ തരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദി ഓൾ ന്യൂ ഫസീനോ 2026 മോഡലാണ്. Well, I saddled up my shoes, headed out at dawn. Yeah, I saddled up my shoes, headed out at dawn. ഓൾ ന്യൂ ഫസീനോ 2026 എന്നതിനെ എടുത്തു പറയാനായിട്ട് എങ്ങനെ സാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പഴയ മോഡലായിട്ട് ഫ്രണ്ടിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് ഡിസൈൻ ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഗ്ലാഡിങ്, ഇത് പുതുതായിട്ട് വന്നതാണ്. ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പഴയതായിട്ട് കാണുന്ന സമയത്ത് യാതൊരു മാറ്റവുമില്ല, പക്ഷേ ഒരു ഡിസൈൻ ചേഞ്ച് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഫ്രണ്ടിലെ ഈ ഒരു അലോയ്സിൽ ഇപ്പോൾ കളേഴ്സും ആഡ് ആവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു ബ്ലാക്കും അതുപോലെ ഗ്രേയും കൂടി മിക്സ് ആവുന്നൊരു കളറാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അലോയ്സ് വരുന്നൊരു ഗോൾഡൻ ഫിനിഷിലാണ് അലോയ്സ് വരുന്നത്. ഫ്രണ്ട് സൈഡ് ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ വരുന്നത്. ഇനി സൈഡിലോട്ട് പോകുന്ന സമയത്ത് സൈഡിലും യാതൊരു ഡിസൈൻ ചേഞ്ച് നമുക്ക് ഫസ്റ്റ് നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെ വരുന്ന ചെറിയ ഡീറ്റെയിലിന് വരുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഒരു ബ്രാൻഡ് ന്യൂ ഫസീനോ എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഫുൾ സൈസായിട്ടുള്ളൊരു ലൈറ്റ്സാണ് വന്നുകൊണ്ട് ബ്രേക്ക് ലൈറ്റ്സാണ് വന്നുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു ഒരു ചെറിയൊരു രീതിയിലോട്ട് ചെറിയൊരു പോർഷനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ്സ് വരുന്നത്. പണ്ട് എല്ലാ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് ആയിരുന്നു, വലിയൊരു ബ്രേക്ക് ലൈറ്റ് ആയിരുന്നു. കാരണം എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ ഫുള്ളി ചേഞ്ച് ചെയ്തിട്ട് നല്ല കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് വന്നപ്പോൾ കോസ്റ്റ് കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് എങ്ങനെ വരുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണം, ഇപ്പോൾ ഈ ചെറിയൊരു രീതിയിൽ ഇതിൻ്റെ ബാക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, ക്യൂട്ട് എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പാനലും പുതിയതാണ്, അതും പുതിയൊരു മാറ്റം തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ സൈഡിൽ വരുന്ന ലൈറ്റ്സ്, അതിൻ്റെ ഒരു അലൈൻമെന്റിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സൈഡ് പാനൽ വരാൻ നേരത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കംപ്ലീറ്റ്ലി വരുന്നത്. നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല. പക്ഷേ ഡിസൈൻ എലമെന്റ്സിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഫസീനോ അല്ലെങ്കിൽ യമഹ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് ആസ് യൂഷ്വൽ പഴയതുപോലെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു LED ഡേ ലൈറ്റ് റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പം നിലവിൽ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ്സും അത്യാവശ്യം കുറച്ചൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഈ ഒരു ലുക്ക്, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഒട്ടും പറയാൻ പറ്റാത്ത രീതിയിലൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഒരു ടിൻഡഡ് രീതിയിലാണ് നിലവിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഡിസ്പ്ലേ കണ്ടോ, ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അത് ചെറിയൊരു രീതിയിൽ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഒരു ഫുൾ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നേനെ. ഒരു കാണുന്ന സമയത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് വന്നേനെ. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ ടോഗിൾ സ്വിച്ചസിൽ വന്നിട്ടുണ്ട്. ടോഗിൾ സ്വിച്ചിൽ വരുന്ന സമയത്ത് നമുക്ക് പാസ് വരുന്നുണ്ട്, ഹൈ ബീം, ലോ ബീം, പിന്നെ ഹോം ബട്ടൺസ് വരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നതാണ്. ഇപ്പം നിലവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വണ്ടി റബ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള റെസ്പോൺസ്, ത്രോട്ടിൽ റെസ്പോൺസ് വരുന്നുണ്ട്. പിന്നെ ഈ സ്വിച്ചസിലോട്ട് പോവാം. ഓഡോമീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഫ്യൂവൽ ഡീറ്റെയിൽസ്, ആവറേജ് ഫ്യൂവൽ, ആവറേജ് സ്പീഡ്, കിലോമീറ്റേഴ്സ്,
അങ്ങനെ കുറെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. സെറ്റിങ്സിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂസിക്സിന്റെ നമുക്ക് ഇന്റർകോം വഴി കണക്ട് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ജസ്റ്റ് സെറ്റിങ്സിൽ നമുക്ക് ടീം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ സെറ്റിങ്സ് ക്ലോക്ക് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് ബാക്ക് സ്വിച്ച് നമുക്ക് ഇവിടെയാണ് വരുന്നത്. മ്യൂസിക്, നാവിഗേഷൻ നേരത്തെ നമുക്ക് അതിൽ വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാവിഗേഷന് നമുക്കിവിടെ ഈസിലി ഡിസ്പ്ലേ ആവുന്ന രീതിയിൽ വരുന്നുണ്ട്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇതിലെ ആപ്പോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് എനേബിൾ ആവുന്നു. വെതർ കണ്ടീഷൻസ് നമുക്ക് വരുന്നുണ്ട്. മഴയുണ്ടോ മഴയില്ല അതെല്ലാം ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വരുന്നത്. പിന്നെ ഫ്യൂൽ ഗേജ് എല്ലാം ഇപ്പം നിലവിൽ ഡിജിറ്റൽ ആയിരിക്കുകയാണ്. അപ്പം നിലവിൽ ഫുൾ ടാങ്ക് ഉണ്ട്. ട്രിപ്പ് ടൈമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ മോഡ്സ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് നോർമൽ ഉള്ള രീതികൾ. ഇപ്പം നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇത് കട്ട് ഓഫ് ആവും. ഇഗ്നിഷൻ കട്ടാവും. നമ്മൾ ട്രൈ ചെയ്താലും വരത്തില്ല. സേഫ്റ്റി ഫീച്ചേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേയുടെ തീം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒരു മിനിറ്റ്. നാവിഗേഷൻ, വെതർ, നോട്ടിഫിക്കേഷൻ, സെറ്റിംഗ്സ്, തീം 1, തീം 2 എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് തീം 2 വരുന്നത്. തീം 2 ജസ്റ്റ് നോർമൽ, വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. തീം 1 ഇട്ട് ഡ്രൈവ് ചെയ്ത ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ തീം 2 എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ലൈക്ക് തീം 1 തന്നെയാണ്. തീം 1 ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. നമുക്ക് കൈ കൊടുക്കുന്ന സമയത്ത് RPM കയറി പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിക്ക് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു വണ്ടിക്ക് ഡേ ലൈറ്റ് റണ്ണിങ് ലാംപ്സ് വരുന്നുണ്ട്. അത് ഇപ്പം മിക്ക വണ്ടികൾക്ക് വരാറുണ്ട്. പക്ഷേ പുതിയ ഫസ്റ്റീനയിൽ അതൊരു പുതിയൊരു ഫീച്ചറായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള വാക്ക് അറൗണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി വണ്ടിയുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പെക്ക് ആയിരിക്കും ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന അലോയ് ആണെന്ന് പറഞ്ഞു. അലോയ് വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുപോലെ ടയർ സൈസ് എന്ന് പറയുന്നത് 304.8 mm ടയേഴ്സാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട് ടയേഴ്സ് വരുന്നത്. ബാക്ക് ടയേഴ്സ് വരാനത്ത് 254 ബാക്ക് ടയേഴ്സാണ് വരുന്നത്. MM ബാക്ക് ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് ടയേഴ്സാണ് വരുന്നത്. കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട് നമുക്ക്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരാനത്ത് ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് പോയാലും വലിയ തരക്കേടില്ലാതെ അടിയൊക്കെ തട്ടാതെ നമുക്ക് ഈ ഒരു വണ്ടി സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. എന്നെ പോലെ ആൾക്ക് നല്ല രീതിയിൽ പ്ലാന്റഡ് ഫുഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ 125cc ആണ് ഈ ഒരു വണ്ടി വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് ഇതിന് കൃത്യമായിട്ടൊരു പ്ലാന്റഡ് ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു രീതിയിലായിട്ട് റൈഡിങ് പോസ്റ്റർ വരുന്നത്. അത്യാവശ്യം അഗ്രസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ് അല്ല, പക്ഷേ ഒരു നോർമൽ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് സൗണ്ട്സ് എല്ലാം കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് 5.2 ലിറ്റേഴ്സിന്റെ ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്. അതിൽ 1.2 തന്നെ നമുക്ക് ഓൾമോസ്റ്റ് റിസർവ് വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ റിസർവിന് താഴെ പോയി കഴിഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വരാറുണ്ട്. പ്ലാനറ്റ് ഫുഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. മാരകമായ പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. മാരകമായിട്ടുള്ള പവർ ഇല്ല. പക്ഷേ ഒരു ഫിക്സ്ഡ് RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ 6000 RPM ഒക്കെ അടിപ്പിച്ച് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് വണ്ടി. പവർ അത്യാവശ്യം ഒരു 55 കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വേറൊരു സെഗ്മെന്റിലോട്ട് ചേഞ്ച് ആവുകയാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വലിയ രീതിയിലുള്ള പവേഴ്സ് വരത്തില്ല. നോർമൽ ആയിട്ടാണ് വണ്ടി കയറി പോകുന്നത്. പതിയെ വണ്ടി കയറാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടൊരു വണ്ടി ടൂ വീലർ ഓടിക്കുന്ന ആൾക്ക് എന്തുകൊണ്ട് ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നല്ല ഫീച്ചേഴ്സ് കിട്ടും. മൈലേജ് ഈ ഒരു വണ്ടി കിട്ടും. ഓൾമോസ്റ്റ് 50-55 മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡ്രൈവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ ദി റോഡ് കണ്ടീഷൻ.
റോഡ് കണ്ടീഷൻ എങ്ങനെ ഇരിക്കുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ റാഷ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ 50-55 കിട്ടണമെന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തറക്കിയിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയാലും ഒരു 60 മേളിൽ എങ്ങനെ പോയാലും എടുക്കാനായിട്ട് പറ്റും. കാരണം സ്മാർട്ട് ഹൈറ്റിലാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായാലും നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ഈ ഒരു വണ്ടി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 1,25,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ആയത്. ഇറങ്ങിയ സമയത്തുള്ള റേറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് റേറ്റ് കൂടാനും കുറയാനും ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള യമഹയുടെ ഷോറൂമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി. ക്വിക്ക് ഫ്രാൻസിന്റെ വീഡിയോസ് കണ്ട് വരുന്ന വ്യക്തികൾക്ക് എങ്ങനെയായാലും ഒരു ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ മുമ്പ് ജസ്റ്റ് ഒന്ന് എന്നോട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടാണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. മാക്സിമം ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യും. നോക്കാം. പിന്നെ വരുന്നത് ഈ സ്ലീക്ക് ഡിസൈനാണ്. പുതിയ രീതിയിൽ ഒരു യൂണിക് ആയിട്ടുള്ള ഡിസൈൻസ്, ചെറിയ രീതിയിലെ ഡിസൈൻസ് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഇമ്പാക്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് വണ്ടി കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നത്. സോ ഇപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ലതൊന്ന് റവ് ചെയ്യുകയാണ്. ഈ ഒരു നോയ്സ് എപ്പോഴും കാണും, അത് ക്ഷമിക്കണം. എന്തായാലും നമുക്കൊന്ന് വണ്ടി എടുത്തു പോകാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ഈ ഒരു സൗണ്ട് ഹോണുകളിലെല്ലാം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ യാതൊരു സൗണ്ട് ഈ ഒരു വണ്ടിയിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായി നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പവർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത പവർ കയറുകയും ചെയ്യും. മാരകമായിട്ടുള്ള പവർ വരുന്നില്ല, പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പവർ നമുക്ക് ലീൻ പവേഴ്സ് നമുക്ക് വരുന്നുണ്ട്. കൈ കൊടുത്താൽ അത്യാവശ്യം നല്ല കയറി പോകുന്നുണ്ട്. അത് പഞ്ച് വരുന്നുണ്ട്, പഞ്ച് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ലേഡീസിനായാലും ആർക്കായാലും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്പെക്കെല്ലാം വരുന്നത്. 6000 RPM ആണ് വരുന്നത്. 6000 RPM ഇതിന്റെ എൻജിൻ സ്പെക്ക് കാര്യങ്ങളെല്ലാം കൊടുത്താൽ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു ഓപ്പൺ റോഡാണ്. ഓപ്പൺ റോഡിൽ ഞാനൊന്ന് കൈ കൊടുത്ത് നോക്കാം. ബ്രേക്കിംഗ് ഒക്കെ നല്ല കിട്ടില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമ്പി ഫീലിലാണ് ബ്രേക്കിങ്സ് എല്ലാം വരുന്നത്. ഈ ഹമ്പിൽ പോലും നമ്മൾ ഹോട്ടലിൽ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കും.